എന്താ ഒരു കില്ലർ ഐഡിയ ഉണ്ട്. എന്ത്? നമുക്കൊരു ട്യൂഷൻ സെന്റർ തുടങ്ങിയാലോ? നീയോ? നീയല്ല, നമ്മൾ. ലാസ്റ്റ് ടൈം വന്ന് മാത്സ് പഠിപ്പിച്ചു തന്നപ്പോഴേ എനിക്ക് കരച്ചില വന്നു. അത് വിട്, അത് നമുക്ക് കുറച്ച് ബുദ്ധിയുള്ള ടീച്ചേഴ്സിനെ ഹയർ ചെയ്യാം. നമുക്ക് ഫൗണ്ടേഴ്സ് ആയിട്ടിരിക്കാം, സിഇഒ ടൈപ്പ്. കൊള്ളാം കൊള്ളാം. പക്ഷേ ഈ ചെലവൊക്കെ നമ്മൾ എങ്ങനെ ഒതുക്കും? ചെലവുകളൊക്കെ നമുക്ക് ബുദ്ധിപരമായി കൊണ്ടുപോകാം. ഒന്നല്ലെങ്കിൽ നമ്മൾ കോമേഴ്സ് സ്റ്റുഡൻസ് അല്ലേ. ചെലവിന് നമുക്ക് ആദ്യം രണ്ടായിട്ടിരിക്കാം, ഫിക്സ്ഡും വേരിയബിളും. ഓക്കെ, എന്നാൽ നമുക്ക് എത്ര ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റ് വരുന്നത് നമുക്ക് ലിസ്റ്റ് ചെയ്യാം. ഈ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ട്യൂഷൻ നടത്തിയാലും ഇല്ലെങ്കിലും വരുന്ന ചെലവുകളല്ലേ. അപ്പൊ നീ നോട്ട് ചെയ്തു, നമുക്ക് എന്തൊക്കെ ചെലവുകൾ വരാം? റെന്റ് കൊടുക്കണം അല്ലേ? ഇപ്പൊ റെന്റ് വരും. പിന്നെ നമുക്ക് സാലറി കൊടുക്കണം, ടീച്ചേഴ്സിന് സാലറി വരും. പിന്നെ നമുക്ക് ബിൽഡിങ്ങിന് ഒരു ഇൻഷുറൻസ് ഒക്കെ ഇല്ലേ, ഇൻഷുറൻസ് വരും. അപ്പോ എന്തൊക്കെ വേരിയബിൾ കോസ്റ്റ്? ഇനി വേരിയബിൾ കോസ്റ്റുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്യൂഷൻ സെന്റർ നടത്തിയാൽ മാത്രം വരുന്ന ചെലവുകളാണ്. ഇനി നീ നോട്ട് ചെയ്യും വേരിയബിൾ കോസ്റ്റ് എന്തൊക്കെ വരാം. നമ്മളിപ്പോ പാർട്ട് ടൈം ട്യൂട്ടേഴ്സിന് വെക്കുകയാണെങ്കിൽ അവരുടെ വേജസ്, ടീച്ചിങ് മെറ്റീരിയൽസ്, ഇനിയിപ്പോ അവിടെ സ്റ്റുഡൻസിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ ആ ഫുഡ് ആൻഡ് റിഫ്രഷ്മെന്റിന്റെ ചെലവുകൾ. സോ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഫിക്സ്ഡ് കോസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ടായാലും ഇല്ലെങ്കിലും സെയിം ആയിരിക്കും. മീൻവെൽ വേരിയബിൾ കോസ്റ്റ് പ്രൊഡക്ഷൻ അനുസരിച്ച് വേരി ചെയ്യും. സോ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് സ്റ്റേ ദ സെയിം, variable cost depends on production. Understanding fixed and variable cost helps you plan better and make smarter business decisions.